ഇന്ന് നമുക്ക് ഗോതമ്പിൻ്റെ അട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണിത്. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ആ ഭാഗത്ത് ഈ ഒരു സംഭവം ഇല്ല കേട്ടോ. അവിടെ കരിപ്പൊടി വെച്ചിട്ടുള്ള കൈപ്പത്തിരി ഇല്ലേ, അതാണ് ഈ രീതിയിൽ ഉണ്ടാക്കുക. അതിൽ ഉള്ളി, ജീരകം അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും. ഉമ്മച്ചിയുടെ റെസിപ്പീസൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഗോതമ്പിൻ്റെ ദോശ ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ആ സമയത്ത് ഉമ്മച്ചി അടക്കം ഉണ്ടാക്കാറുള്ളതാണ് ഈ അട. അങ്ങനെ ഞാനും പഠിച്ചതാ. ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പിൻ്റെ പൊടി എടുക്കുക, അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങായിട്ട് ആ പൊടി നല്ലോണം ഒന്ന് കുഴക്കുക. അതിനുശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിങ്ങായിട്ട് നമ്മുടെ ചപ്പാത്തി മാവില്ലേ, അതും വിട്ട് കുറച്ചും കൂടെ ലൂസായിട്ട് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഓരോ ഉരുള മാവിട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇതിങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പരത്തി കൊടുത്തിങ്ങാനിട്ട് രണ്ട് സൈഡും മറിച്ചിട്ടിങ്ങാനിട്ട് വേവിച്ചെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇത് വെറുതെ കഴിക്കാനും രസമാണ്. അതുപോലെ തന്നെ തേങ്ങ അരച്ച മീൻകറിയില്ലേ, അതും ഈ ഗോതമ്പിൻ്റെ അടയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ.